അധ്യാപകരിൽ നിന്ന് മോശം അനുഭവങ്ങൾ പഠിപ്പിക്കുന്ന സമയത്തുണ്ടായി, PT ക്ലാസ്സുകളുണ്ടായി. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടികൾ ഇറങ്ങി പറഞ്ഞൊന്നും കള്ളമല്ല, ലഹരി ഉപയോഗമുണ്ട്. ഞങ്ങൾ കണ്ടു മനസ്സിലാക്കി അതിൻ്റെ തെളിവോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ക്യാമ്പസിൽ നിന്ന് വിട്ടുപോയാൽ നിങ്ങൾക്ക് ഇനി ഒരു പഠന ജീവിതമില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർത്തിയേക്കുക. ഒരു കുട്ടി എന്നോട് വന്ന് പറഞ്ഞൊരു അനുഭവം ഞാൻ വ്യക്തമാക്കാം. ചേട്ടാ, എൻ്റെ അച്ഛൻ ബജാജ് ഫിനാൻസിൽ നിന്ന് 22% പലിശക്കെടുത്ത പൈസയാണ് കൊടുത്തിവിടെ എന്നെ പഠിപ്പിക്കുന്നത്. ഒരു വർഷം ഏകദേശം 1.5 ലക്ഷം രൂപ ചിലവാണ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാ ചേട്ടാ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നേ? പത്തനംതിട്ട ഇലവന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന AFPT എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചും അവരുടെ മാനസിക സംഘർഷങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫോക്കസ് TV ഇന്നലെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ചയായതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി സംഘടനയായ AISF ഇന്ന് ഇവിടേക്ക് പ്രതിഷേധമായി എത്തുകയുണ്ടായി. ഏതാണ്ട് 2.5 മണിക്കൂറോളം സമയം ഈ ക്യാമ്പസിന് മുൻഭാഗത്തെ ഗേറ്റിന് മുൻപിൽ കാത്തുനിന്നതിന് ശേഷമാണ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ പോലും അകത്തേക്ക് കടത്തിവിടാൻ മാനേജ്മെന്റ് തയ്യാറായത്. അകത്തുപോയി വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് പെൺകുട്ടികളടക്കം നടത്തിയത് എന്നുള്ളതാണ് AISF നേതാക്കൾ പറയുന്നത്. എന്താണെങ്കിലും ഇന്നലെ ഫോക്കസ് TVക്ക് മുൻപിൽ ചില കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനും അപ്പുറമാണ്, അതിലും ഗൗരവമാണ് വിഷയം എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇന്നലെ വന്നവരല്ലേ? നിങ്ങൾ ഇന്നലെ ഇവിടെ വന്നിട്ട് ഇവിടെ കയറ്റിയോ? എന്തുകൊണ്ട് കയറ്റിയില്ല? ഇവിടെ 1-2 ദിവസം നിന്ന് ക്ലീൻ ചെയ്താൽ മാറാത്ത അത്രയും വൃത്തിഹീനമാണ് അവരുടെ സാഹചര്യം. ഭക്ഷണം ക്രമീകരിക്കുന്ന സാഹചര്യം ഒരു മാക്സിമം പൂട്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കി, നടന്നില്ല. തൂഫാനെതിരെയുള്ള പ്രയാണത്തിൻ്റെ പുറകിൽ നമ്മളെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഈ ഗേറ്റൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് അത് നല്ല വിസ്താരത്തിൽ സാറന്മാർക്ക് മദ്യപിക്കുകയും ചെയ്യാം. 16-17 വയസ്സുള്ള കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കും. ആ കുട്ടികൾ പറഞ്ഞ 16-17 വയസ്സുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് മദ്യപിക്കുക സാറന്മാർ. രാത്രി ക്യാമ്പസിനകത്ത് ഹോസ്റ്റലിൽ രാത്രി സമയങ്ങളിലെ മദ്യപാനം. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടികൾ ഇറങ്ങി പറഞ്ഞൊന്നും കള്ളമല്ല, ലഹരി ഉപയോഗമുണ്ട്. ഞങ്ങൾ കണ്ടു മനസ്സിലാക്കി അതിൻ്റെ തെളിവോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ചുമ്മാ പറയുകയല്ല. ഞങ്ങൾ ഇവിടെ നിന്നും കയറ്റിയില്ല. 2.5 മണിക്കൂറോടെ പ്രതിഷേധിച്ചു. 2.5 മണിക്കൂറോടെ പ്രതിഷേധിച്ചിട്ടാണ് അകത്ത് കയറിയത്. ഞങ്ങളവിടെ ചെന്ന് സാറിനെ പ്രിൻസിപ്പളിനെ കാണാൻ. പ്രിൻസിപ്പളിനെ കണ്ടുകൊണ്ടിരുന്നപ്പം കുട്ടികൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങളുടെ അടുത്ത് സമ്പാദിക്കണം. ഞങ്ങളോടൊപ്പം സംസാരിച്ചു. ഞങ്ങളുടെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങൾ കാണണം, ഞങ്ങൾ കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ നിങ്ങൾ കാണണം. ഒരു ഹോസ്റ്റലിൽ പ്രവർത്തിക്കുക, കിടന്നുറങ്ങുന്ന കുട്ടിയുടെ മേളോട്ട് ഇതുപോലെ മഴ പെയ്യുകയാണെന്നുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു. ഒരു 3 നില കെട്ടിടത്തിനകത്ത് താമസിക്കുന്ന കുട്ടി, 16-17 വയസ്സുള്ള കുട്ടികളാണ് താമസിക്കുന്നത് ഓർക്കണം. അത് ചോർന്നൊലിക്കുക നടക്കൂടെ, ബെഡിൽ ഫുള്ള് വെള്ളമോ. 8500 രൂപ ഫീസാണ് ഹോസ്റ്റലിന് മാത്രം മേടിക്കുന്നത്. ഈ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ താമസിക്കാൻ 8500 രൂപ ഫീസും. ഇത് അവിടുത്തെ കിച്ചണാണ്. സ്വാഭാവികമായിട്ട് ഒരു കിച്ചൺ, ഒരു ക്യാൻറ്റീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതിയുണ്ട്. കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പാകം ചെയ്യുന്നത്. ഈ പൂത്തുപോയ പയറെടുത്ത് ക്ലീൻ ചെയ്താണ് അവർക്ക് ഉച്ചയ്ക്കത്തെ തോരൻ അരിയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇറങ്ങിപ്പോകാൻ തോന്നിയില്ല. ഞങ്ങൾ ഇത്രയും മണിക്കൂറൊന്നും സംസാരിച്ചു. ഇങ്ങനെയൊന്നും നടത്താൻ പറ്റത്തില്ല. ഞങ്ങൾ അവിടെ ഏകദേശം ഒരു 10-30 കുട്ടികളോട് സംസാരിച്ചു. ഞങ്ങൾ ആ കുട്ടികളോട് സംസാരിക്കും, ചേട്ടാ ഒരു സാറിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായി, വളരെ ഗൗരവകരമാണ് മോശമായ അനുഭവം. എന്തുകൊണ്ടാണ് ഈ ഗേറ്റുകൾ തുറക്കാത്തതെന്ന് അന്നേരം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു തരത്തിലും ഒന്നും വെളിയിൽ പോരെന്നുള്ള ധാർഷ്ട്യബോധം ഈ സർക്കാരിനെ വരെ വെല്ലുവിളിച്ച്, ഇവിടുത്തെ നിയമവ്യവസ്ഥകളെയും നിയമ സംവിധാനങ്ങളെയും വരെ വെല്ലുവിളിച്ച് ഇതിനകത്ത് ഇങ്ങനൊരു പ്രവർത്തനം നടത്തണമെങ്കിൽ ആരെയോ പിൻബലമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും സെക്ഷൽ അബ്യൂസ് ചെയ്താലും അവർക്കൊരു കാര്യമില്ലെന്നുള്ള രീതിയിലാണ് സാർ മറിക്കുന്നത്. അത് ചുമ്മാ കുട്ടികൾ പറയുന്നത്. ഒരു കുട്ടി പറയാം, നമുക്ക് വിശ്വസിക്കേണ്ട. ഒരു 5 കുട്ടികൾ പറഞ്ഞാലും 30-ൽ 5 കുട്ടികൾ പറയുന്നുണ്ട്. ഇവിടുത്തെ സ്ട്രെങ്ത് 150 പെൺകുട്ടികളുണ്ട്, 16-17 വയസ്സുള്ള പെൺകുട്ടികൾ. അതിനകത്ത് ഈ 2 കുട്ടികളല്ല പറഞ്ഞത്. അതിനകത്ത് 30 കുട്ടികളോട് സമ്പാദിച്ചപ്പം 5 കുട്ടികൾ പറഞ്ഞു മോശമായ അനുഭവങ്ങളുണ്ടായി. വളരെ അധ്യാപകരിൽ നിന്ന് മോശം അനുഭവങ്ങൾ പഠിപ്പിക്കുന്ന സമയത്തുണ്ടായി, PT ക്ലാസ്സുകളുണ്ടായി. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ സാറിനെ ഇപ്പം തന്നെ ഉടനടി ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരത് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈൽഡ് ലൈനെ ഇവരെ മന്ത്രം തന്നെ അറിയിച്ചു. കുട്ടികൾ പറഞ്ഞ് 2ാമത്തെ നിമിഷം ഞങ്ങൾ ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട പത്തനംതിട്ട SP ആനന്ദ് സാറുമായിട്ട് ബന്ധപ്പെട്ടു. സാറും അതുപോലെ തന്നെ CWCയുടെ ഉദ്യോഗസ്ഥരും ഉടനടി തന്നെ ഇതിനകത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് ഒരു ഉറപ്പ് തന്നുകൊണ്ട് മാത്രമാണ് ഈ ഗേറ്റിൻ്റെ പൂട്ട് മാറ്റിയതും ഇന്നിവിടെ നിൽക്കുന്നത്. ഇല്ലേ ഞങ്ങൾ വരില്ല. ആ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാതെ, അതിനുള്ള അധികൃതർ ഇവിടെ വരാതെ ഒരു ചുവട് പോലും ഞങ്ങൾ ഇതിനകത്ത് വെളിവരുത്തില്ല. ഇന്നിപ്പോൾ വെളി വന്ന് നിങ്ങളോട് സംസാരിക്കാൻ തന്നെ കാരണം ഇതിനകത്ത് കൃത്യമായിട്ട് നടപടി എടുക്കാമെന്ന് നിയമപാലകരായിട്ടുള്ളവരും അതുപോലെ CWCയും നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികൾ നിലവിൽ നമ്മൾ അതിൻ്റെ MLA അറിയിച്ചിട്ടുണ്ട്.
പുള്ളി അതുമായിട്ട് ഇപ്പോൾ തന്നെ അടിയന്തരമായിട്ട് ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുത്ത് 16-17 വയസ്സ് പ്രായമുള്ള 130 പരം കുട്ടികളോട് താമസിക്കുന്നുണ്ടെന്ന് CWC കൃത്യമായിട്ട് അറിയിപ്പിച്ചിട്ടില്ല ഇവർ. അപ്പം അങ്ങനെ നടക്കുന്ന ഒരു സ്ഥാപനം, അവിടെ സെക്ഷൽ അബ്യൂസ് ഉണ്ടാകുന്നു. ഒരു കുട്ടി പറയാം, ചേട്ടാ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഫോൺ തരും, ഈ ഫോണിൻ്റെ അടുത്ത് വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, ഇവിടെ നടക്കുന്ന ഒരു കാര്യം പോലും വെളിയിൽ പറയാൻ സമ്മതിക്കുന്നില്ല, അച്ഛനെയോ അമ്മയോ വിളിക്കുമ്പോൾ ഇതുപോലെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു കാര്യവും ഞങ്ങളുടെ വീട്ടിൽ വിളിച്ച് പറയാൻ പറ്റുന്നില്ല. പലർക്കും ഞങ്ങൾ ഫോൺ കൊടുത്ത് വിളിക്കുകയുണ്ടായി, പലരുടെയും വീട്ടിൽ നിന്ന് അവരുടെ അച്ഛനും അമ്മയും എത്തും. കാരണം എന്താ, ഇവരെ ആർക്കും പറയാൻ പറ്റാത്ത കുറേ അവസ്ഥകളുണ്ട്. ഇവരോട് പറഞ്ഞ് പേടിപ്പിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ കേൾക്കണം. ഒരു തരത്തിലും നിങ്ങൾ ഈ ക്യാമ്പസിൽ നിന്ന് വിട്ടുപോയാൽ നിങ്ങൾക്ക് ഇനി ഒരു പഠന ജീവിതമില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർത്തിയേക്കുക. ഒരു കുട്ടി എന്നോട് വന്ന് പറഞ്ഞൊരു അനുഭവം ഞാൻ വ്യക്തമാക്കാം. ഒരു കുട്ടിയുടെ അനുഭവമാണ്. ചേട്ടാ, എൻ്റെ അച്ഛൻ ബജാജ് ഫിനാൻസിൽ നിന്ന് 22% പലിശക്കെടുത്ത പൈസയാണ് കൊടുത്തിവിടെ എന്നെ പഠിപ്പിക്കുന്നത്. ഒരു വർഷം ഏകദേശം 1.5 ലക്ഷം രൂപ ചിലവാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഈ പൈസ കണ്ടെത്തിയത് ഒരു പേഴ്സണൽ ലോൺ എടുത്താണ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാ ചേട്ടാ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നേ? ഇവർ ഈ പൈസ തിരിച്ചു തരത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് AISF ഒറ്റ നിലപാടേ ഉള്ളൂ, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ സംരക്ഷിക്കും, അതിന് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ എന്നും അതിന് മുന്നോട്ടുണ്ട്. ഒരു തരത്തിലും ഈ ഇവിടെ പഠിക്കുന്ന, ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം പോലും ഈ പേര് പറഞ്ഞു ഞങ്ങളോട് ഇതെല്ലാം സമ്പാദിച്ചെന്ന് മുടക്കിയാൽ ഈ സ്ഥാപനത്തിന് ഇന്ന് മാത്രമായിട്ടിട്ട പൂട്ട് എന്നേക്കുമായിട്ട് AISF ഇടും. ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ നടത്താൻ സമ്മതിക്കത്തില്ല, അനുവദിക്കത്തില്ല. അത് എന്ത് തരത്തിലും ആരുടെ പിൻബലമുണ്ടെങ്കിലും സമ്മതിക്കത്തില്ല. ഉന്നത ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നു, നിങ്ങൾ ബന്ധപ്പെട്ടോളൂ. കുട്ടികളുടെ സെക്ഷൽ അബ്യൂസിനൊന്നും നമ്മൾ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കേണ്ട കാര്യമല്ല. അവർ പറഞ്ഞ അങ്ങോട്ട് മാറി സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിക്കും, നേരെ സംസാരിക്കും. നടന്നിട്ടുണ്ടെങ്കിൽ 5 കുട്ടികളാണ് പറഞ്ഞത്. പ്രധാനമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള വിഷയം, വളരെ ഗൗരവമായിട്ടുള്ള കാര്യം. ഇങ്ങനെ പൂട്ടിയിട്ടെടുത്തോട്ട് നമുക്ക് പ്രവേശനമില്ല. വിദ്യാർത്ഥി സംഘടനയുടെ ഒരു നേതാവെന്ന് എനിക്ക് പ്രവേശനമില്ല, ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് പ്രവേശനമില്ല. എല്ലാം പോട്ടെ, ഇവിടുത്തെ പഞ്ചായത്തിലവർ വന്നു, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കയറ്റിവിട്ട്. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവരാരെയും, ഇതൊരു ഏകാധിപത്യമാണ്, മൊണോപ്പൊളിയാണ്. ഈ മൊണോപ്പൊളി അനുവദിക്കത്തില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സ്ഥാപനത്തിനും ഇവിടുത്തെ ജീവനക്കാർക്കെതിരെയും പോലും ഉയരുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ചൈൽഡ് ലൈനും അടക്കം പരാതി നൽകി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളും വ്യക്തമാക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ ആരോമലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.